കുളിത്തതും എന്നെ തേടി എൻ ചേലനുണയാലും തൻ തലത്തുടിപ്പായേ അത് കവിതൈ திருடன் போல் பதுங்கியே திடீரென்று பின்னாயிருந்து என்னை நீ அழைப்பாயே அது கவிதை யாரேனும் மணி கேட்டால் அது சொல்லக்கூட தெரியாது காதலனும் முடிவெளிய கடிகார நேரம் கிடையாது வசீகரா இந்நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினாய் போதும் முன்னே குளித்ததும் என்னை தேடி സഹോദരങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണം. വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധിയുടെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. കുട്ടിയുടെ പേര് റിയ എന്നാണ്. ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ തുള്ളലുകളും ആട്ടങ്ങളും മാത്രമാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തിയുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുധിയുടേത് പോലെ തന്നെയാണ്. പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയെ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിച്ചാലും പുള്ളിക്കാരത്തിക്ക് പ്രശ്നമില്ല എന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെ നമുക്കറിയാം നമ്മുടെ രേണു സുധി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെറിവിളികളെല്ലാം എനിക്ക് ഫ്ലവർ ആണ്, എനിക്ക് കിട്ടുന്ന പൂച്ചെണ്ടുകളാണ്, പൂമാലകളാണ് എന്നൊക്കെ പറഞ്ഞ പാർട്ടിയായിരുന്നു നമ്മുടെ രേണു സുധി. പക്ഷേ ആ ഒരു പൂച്ചെണ്ട് കൊടുത്തത് കുറച്ചധികം കൂടിപ്പോയി എന്നാണ് തോന്നുന്നത്. എന്തായാലും പുള്ളിക്കാരത്തിക്ക് ഇപ്പോ മറ്റുള്ളവർ കൊടുക്കുന്ന ഈ ഒരു പൂച്ചെണ്ട് താങ്ങാവുന്നതിനപ്പുറമാണ്. കൂടെ വന്നിട്ട് പുള്ളിക്കാരത്തി വലിയ സങ്കടത്തിലൊക്കെ വന്നിട്ട് രണ്ട് വാക്ക് പറഞ്ഞിട്ടൊക്കെ പോവാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡപ്പാങ്കൂത്തും തുള്ളലും ആട്ടവും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും ഇതുപോലെ തന്നെയാണ്, രേണുസുധിയെ പോലെ തന്നെയാണ്. പുള്ളിക്കാരത്തി പറയുന്നതും നിങ്ങൾ എന്നെ കമന്റിലൂടെ തെറി വിളിച്ചാലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വിളിക്കുന്ന തെറികളൊക്കെ എനിക്ക് സ്വീകാര്യമാണ് എന്ന് തന്നെയാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത്. അപ്പോൾ എന്തായാലും കുട്ടി പറയുന്നത് കേട്ടിട്ട് വരാം. പിന്നെ ഈ കമന്റ് ഇപ്പൊ എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് വരാറുണ്ട്, ഒരുപാട് വരാറുണ്ട്. രേണുസുധിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് കമന്റ് വരാറുണ്ട് നെഗറ്റീവ് ആയിട്ട്. പക്ഷെ എനിക്ക് നെഗറ്റീവ് കമന്റ് വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് നെഗറ്റീവ് കമന്റ് അടിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, അവരെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് നെഗറ്റീവ് വരുന്ന ആൾക്കാരെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്ത് വേണം പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. അത് അപ്പോൾ എനിക്കിവിടെ ഈ ഒരു കൊച്ചിനോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പൊന്നു മോളെ, നിന്നെ പോലെ തന്നെ അല്ലെങ്കിൽ നിന്നേക്കാൾ ഏറെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് രേണുസുധി. എനിക്ക് നേരെ വരുന്ന തെറിവിളികളൊക്കെ എനിക്ക് പൂമാലകളാണ്, പൂച്ചെണ്ടുകളാണ്. അതുകൊണ്ട് എത്ര വേണമെങ്കിലും നിങ്ങൾ എന്നെ പറഞ്ഞോളൂ, എന്നെ ബോഡി ഷേമിങ് ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നമ്മുടെ രേണുസുധി തന്നെയാണ്. നിങ്ങൾക്ക് രേണുസുധിയോട് വളരെ ഇഷ്ടമായിരിക്കാം. ഈ പറയുന്ന എനിക്കും രേണുസുധിയോട് ഇഷ്ടക്കുറവൊന്നുമില്ല, ഒരു വിരോധവും ഇല്ല അവരോട്. പേഴ്സണലി എനിക്ക് അറിഞ്ഞ പോലും കൂടെ ആ ഒരു സ്ത്രീയെ. പക്ഷേ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും അതുപോലെ തന്നെ വൃത്തികേടുകളും അതിനെതിരെ മാത്രമാണ് നമ്മൾ ശബ്ദിക്കുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന രേണുസുധിയോട് നമുക്ക് ഒരു വിരോധവും ഇല്ല, നമുക്ക് അറിയ കൂടിയില്ല അവരുടെ കാര്യങ്ങളൊന്നും. പക്ഷെ നമ്മൾ കാണുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇവിടെ രേണുസുധി വന്നിട്ട് പുള്ളിക്കാരത്തിയെ ഒരാള് ബോഡി ഷെയ്മിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വളരെ സങ്കടത്തോടു കൂടി വന്ന് രണ്ട് വാക്ക്. രേണുസുധിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാൻ പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ്, അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്, എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. എനിവേ, നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബാഡ്, ഇത് ഭയങ്കര ബാഡായിപ്പോയി. സോ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആദ്യമൊക്കെ എല്ലാവരും ഈ ഒരു ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കിടന്ന് പറയും, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ, അതൊക്കെ എനിക്ക് സ്വീകാര്യമാണ്, നിങ്ങൾ തരുന്ന തെറിവിളികളൊക്കെ എനിക്ക് പൂച്ചെണ്ടുകളാണ്, അംഗീകാരമാണ് എന്നൊക്കെ പറയും. പിന്നീട് കുറച്ചങ്ങ് വൈറലായി കഴിയുമ്പോൾ അതുവരെ ഇവരെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പിടിച്ചു നിൽക്കും. പിന്നീട് ആളുകൾ തെറിയൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് വല്ലാണ്ട് അങ്ങ് കൊള്ളാൻ തുടങ്ങും.
നേരത്തെ കൊള്ളുന്നുണ്ടെങ്കിലും ഒന്ന് വൈറലാവട്ടെ എന്ന് കരുതിയിട്ട് ഒതുങ്ങിയിരിക്കും. പക്ഷെ പിന്നീട് ഇവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പൊ അതാണ് എനിക്ക് ഈ ഒരു കൊച്ചിനോട് പറയാനുള്ളത്. നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ നെഗറ്റീവ് ഇമേജിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ശാശ്വതമല്ല. കുറച്ചൊന്ന് പാടുപെട്ടിട്ടാണെങ്കിലും നമ്മൾ നല്ല പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അത് എന്നെന്നും നിലനിൽക്കും എന്നാണ് എനിക്ക് ഈ ഒരു പെൺകുട്ടിയോട് പറയാനുള്ളത്. എവിടെ പോയാലും പുള്ളിക്കാരത്തി പാടുന്നത് ആ ഒരു വസീകര തന്നെയാണ്. അപ്പോൾ നമ്മുടെ രേണു സുധിയുടെ വസീകര നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്നാലും ഒരിത്തിരി കേട്ടിട്ട് വരാം. കുളിത്തതും എന്നെ തേടി എൻ சேலனுணையாலும் தன் தலை துடைப்பாயே அது கவிதை திருடன் போல் பதுங்கியே திடீரென்று பின்னாயிருந்து என்னை நீ அழைப்பாயே அது கவிதை யாரேனும் மணி கேட்டால் அது சொல்லக்கூட தெரியாது காதலனும் முடிவைய கடிகார நேரம் கிடையாது வசீகரா இந்நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினாய் போதுவதே முன்னை குளித்ததும் என்னை. അങ്ങനെ നമ്മുടെ രേണുസുധി അതിമനോഹരമായിട്ട് വസീകര പാടിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ പറയുന്ന രേണുസുധിയുടെ ഡ്യൂപ്പാണ് ഞാനെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ റിയയുടെ വസീകര കൂടി കാണാം. കുളിത്തതും എന്നെ തേടി എൻ சேலனுணையாலும் தன் தலை துடைப்பாயே அது கவிதை திருடன் போல் பதுங்கியே திடீரென்று பின்னாயிருந்து என்னை நீ அழைப்பாயே அது கவிதை யாரேனும் மணி கேட்டால் அது சொல்லக்கூட தெரியாது காதலனும் முடிவைய கடிகார நேரம் கிடையாது வசீகரா இந்நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினாய் போதும் முன்னே குளித்ததும் என்னை தேடி. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് രേണുസുധി പാടിയിട്ട വസീകര ഇവളെടുത്തിട്ടിട്ട് ചുണ്ടനക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കേട്ടിട്ട് രണ്ടും ഒരുപോലെ നല്ല സാമ്യം ഉള്ളതുപോലെ ഉണ്ട്. അങ്ങനെ എന്തായാലും രണ്ടുപേരും വസീകര പാടിയിരിക്കുന്നു. അപ്പോൾ ഇനിയാണ് മറ്റൊരു റീൽസ് ഞാനിവിടെ കൊടുക്കാം. ഈ ഒരു റീൽസിൽ വരുന്ന പാട്ടെന്ന് പറഞ്ഞാൽ രേണുസുധി നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പാട്ടൊന്നും കൊടുക്കുന്നില്ല, കാരണം പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നാം തരം പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് വെക്കാതെ ഞാനിതിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കാം അല്ലേ. അപ്പൊ എന്തായാലും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. പോസിറ്റീവ് എപ്പോഴായാലും നമ്മൾ പോസിറ്റീവിലൂടെ മാത്രമേ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കാവൂ. കാരണം എന്തെന്ന് വെച്ചാൽ അതൊരിക്കലും നിലനിൽക്കില്ല. മനസ്സിലായില്ലേ? നെഗറ്റീവിലൂടെ വരുന്നതൊന്നും ഒരിക്കലും നിലനിൽക്കില്ല. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് വൈകിയാണെങ്കിലും അങ്ങനെ കിട്ടുന്നതിന് മാത്രമേ അങ്ങനെ കിട്ടുന്ന ഇമേജ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതാണ് കുട്ടി മനസ്സിലാക്കേണ്ടത്. രേണുസുധിയുടെ ഫാൻ ആയിക്കോട്ടെ, പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തി രേണുസുധിയുടെ നല്ല ഫാനാണെന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, അതൊക്കെ നല്ല കാര്യം. ഓരോരുത്തർക്കും ഓരോ വ്യക്തികളെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനെയൊന്നും ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശവും നമുക്ക് ആർക്കും ഇല്ല. ഈ പറയുന്ന എനിക്ക് രേണുസുധിയോട് ഒരു വിരോധമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു പ്രവൃത്തിയോട് ആണ് നമുക്ക് അറപ്പും വെറുപ്പും ഉള്ളത്. അതുമാത്രമല്ല, നമ്മുടെ രേണുസുധി സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് കാണിക്കുന്ന ആ ഒരു വൃത്തികേടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഒരുപാട് എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ട് നന്നായിട്ട് വിമർശിക്കുന്ന ആൾ തന്നെയാണ്. അത്തരത്തിലൊരു ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി എൻ്റെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ആളുകളുടെ മെമ്പർഷിപ്പ് ലൈവിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ടൊക്കെ ഞാൻ നന്നായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് മറ്റൊരു മറുപടി നിങ്ങൾക്ക് തരാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കയറി നോക്കുക. ഇപ്പോൾ കൂടുതൽ ആളുകൾ നമ്മൾ രേണുസുധിയെ പറ്റിയിട്ട് എന്താണ് മിണ്ടുന്നത് എന്നാണ് ഇങ്ങനെ നോക്കി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു വീഡിയോകളൊന്നും കയറി കാണത്തില്ല, എന്നിട്ടാണ് നമ്മളെ ഇതുപോലെ കുറ്റം പറയുന്നത്. അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. റിയയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഭാവിയൊക്കെ ഉള്ള കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ സ്വന്തം ലൈഫ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തൊലച്ച് കളയാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം, റീൽസ് ചെയ്യാം, ഷോർട്ട് ഫിലിമോ ആൽബമോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല പ്രൊഡ്യൂസറുടെ കീഴിൽ, നല്ല സംവിധായകരുടെ കീഴിൽ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നല്ലത് ഏതോ അത് നോക്കി സെലക്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് റീൽസ് എടുത്തും അനാവശ്യമായിട്ട് കിടന്ന് തുള്ളി കാണിച്ചും കുലുക്കി കാണിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വന്തം ഇമേജ് തന്നെ താഴേക്ക് പോവും. അങ്ങനെ കിട്ടുന്നതൊന്നും ഒരിക്കലും ശാശ്വതമായിട്ട് നിലനിൽക്കത്തില്ല. ജനഹൃദയങ്ങളിൽ എപ്പോഴും ഒരു നിലവിളക്ക് പോലെ തെളിഞ്ഞ് കത്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ വരിക എന്നുള്ളതാണ്.
എന്തും കാണിച്ചും എന്ത് പേക്കൂത്തുകൾ കാണിച്ചും കുലുക്കി കാണിച്ചും തുള്ളി കാണിച്ചും ഒക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വൈറലാവുമായിരിക്കും. പക്ഷെ ഒരിക്കലും ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ഇമേജ് നിലനിൽക്കുകയില്ല. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു കുട്ടിയോട് ഇത് പറയണമെന്ന് തോന്നി. ഈ കുട്ടിയുടെ ഒരുപാട് വീഡിയോസുകളൊക്കെ ഞാൻ എടുത്ത് നോക്കി. സോഷ്യൽ മീഡിയയിൽ അത്രയുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരത്തി തന്നെ പറയുന്നത് ഞാൻ രേണുസുധിയുടെ ഡ്യൂപ്പാണ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇരിക്കുകയാണെന്ന് പുള്ളിക്കാരത്തി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രേണുസുധിയുടെ അതുപോലെയാണോ എന്ന് ചോദിച്ചാൽ അതുപോലെയൊന്നും അല്ല. ചെറിയ അവിടെ എവിടെ കൂടെയൊക്കെയോ ചെറിയൊരു ചേല് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു റിയ എന്ന് പറയുന്ന പെൺകുട്ടിയും രേണുസുധിയും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട് കേട്ടോ, ക്യാരക്ടറിന്റെ കാര്യത്തിൽ. അപ്പോൾ അതായത് രേണുസുധിയെ ഒരുപാട് നേരത്തെ ആളുകളെ ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് എല്ലാത്തിനും കാരണം എപ്പോഴാണെന്ന് അറിയാമോ? ഈ പറയുന്ന ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ പുള്ളിക്കാരത്തി ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ എന്ന് പറയുന്ന ആ ഒരു സോങ്ങിൽ അഭിനയിച്ചതിന് ശേഷമല്ല ശരിക്കും പറയുകയാണെങ്കിൽ രേണുസുധിക്ക് ശത്രുക്കൾ ഉണ്ടായത്. രേണുസുധിക്ക് ഓപ്പോസിറ്റ് സംസാരിക്കാനായിട്ട് ആളുകൾ വന്നു തുടങ്ങിയത്. രേണുസുധിക്ക് എതിരെ ആളുകൾ ശബ്ദിച്ചു തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു ബിഷപ്പിനെതിരെയും അതുപോലെ തന്നെ ആ ഒരു വീടിനെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പരാമർശങ്ങളാണ് പുള്ളിക്കാരത്തിയെ കുറച്ചധികം ആളുകൾക്ക് വെറുപ്പ് തോന്നാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല്. പിന്നീട് കാണിച്ചിട്ടുള്ളത് മുഴുവനും റീൽസിന്റെ പേരിൽ കുട്ടിനിക്കറും ഇട്ടിട്ട് കിടന്ന് കാട്ടിക്കൂട്ടിയ ആ ഒരു എന്താ പറയുക, ആ ഒരു കോപ്രായങ്ങൾ എന്ന് തന്നെ പറയണം. അപ്പൊ പല ആളുകളും പറയും അതെന്താണ് രേണുസുധിക്ക് മാത്രം നിക്കർ ഇട്ടുകൂടെ എന്ന് ചോദിക്കും. നിക്കറോ മറ്റെന്തെങ്കിലുമൊക്കെ ഇട്ടാലും നമുക്ക് വേറെ വിഷയമൊന്നുമല്ല. പക്ഷെ ഇവരെപ്പോഴും വിധവ എന്ന് പറയുന്ന ആ ഒരു സംഭവം എടുത്തിട്ടാണ് ഫേമസ് ആവാനായിട്ട് നോക്കുന്നത്. എപ്പോഴും പറയും, എന്ത് ചെയ്താലും പറയും എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കൂടുതൽ ആളുകളും ഇവരെ വിമർശിക്കാനുണ്ടാവുന്ന ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ആ ഒരു വസ്തു അത്രയും ലക്ഷം വിലപിടിപ്പുള്ള ആ ഒരു വസ്തു കൊടുത്ത ബിഷപ്പിനെ പോലും ഒടുവിൽ തെറി വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവരെ ജനങ്ങൾ കൂടുതലായിട്ട് വെറുത്തു പോയത്. അല്ലാണ്ട് ഈ പറയുന്ന രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയോട് ആർക്കും ഒരു വിരോധവും ഇല്ല. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ കുട്ടിയോടും പറയാനുള്ള കാര്യം അത് തന്നെയാണ്, വെറുതെ വൈറലാവാൻ വേണ്ടിയിട്ട് നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു കുട്ടിയോടും പറയാനുള്ളത് അത് തന്നെയാണ്, വെറുതെ പെട്ടെന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് താഴേക്ക് പോകേണ്ടിയും വരും. കുട്ടി വിചാരിച്ച രീതിയിലായിരിക്കില്ല കുട്ടിയുടെ ലൈഫ് മുന്നോട്ട് വരുന്നത്. നമ്മൾ എത്രയോ പേരുടെ ലൈഫുകളൊക്കെ ഇത്തരത്തിൽ തകർന്നടിഞ്ഞു പോകുന്നതൊക്കെ സോഷ്യൽ മീഡിയ വഴി തന്നെ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ചെറിയൊരു കുട്ടിയാണല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം, അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.